ഇന്നത്തെ കാലത്ത് സൈബർ തട്ടിപ്പ് അനുദിനം വർദ്ധിച്ചു വരികയാണ്. സൈബർ കുറ്റവാളികൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിം ഫ്രോഡ് എന്നത്. വ്യക്തിപരമായ വിവരങ്ങളും പണമിടപാടുകളുമെല്ലാം ട്രാപ്പിലാക്കാൻ ഇവർക്ക് ഈ സിം തട്ടിപ്പിലൂടെ സാധിക്കുന്നതാണ്. ഇക്കൂട്ടർക്ക് പൂട്ടിടാൻ പുതിയ നിബന്ധനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ട്രായ്. മൊബൈൽ നമ്പർ പോർട്ട് ചെയ്യുന്നതിലാണ് ഈ പുതിയ മാറ്റങ്ങൾ. മൊബൈൽ നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റുക എന്നതാണ് പോർട്ട് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊബൈൽ സിം കാർഡ് വഴി നടക്കുന്ന തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് ട്രായുടെ ഈ പുതിയ നീക്കം. കഴിഞ്ഞ ആഴ്ച ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ചട്ടങ്ങളിലാണ് ഈ നിബന്ധനകളുടെ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം നിലവിൽ വന്ന ശേഷം കൊണ്ടുവരുന്ന 9ാമത്തെ ഭേദഗതിയാണ് ഇപ്പോഴത്തേത്. ഒരു ഉപഭോക്താവ് തന്റെ സിം കാർഡ് കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ ഫോണിൽ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ ആ സിം കാർഡ് മറ്റൊരു സേവനദാതാവിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. 7 ദിവസത്തിനുള്ളിൽ സിം കാർഡ് ഫോണിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് ടെലികോം കമ്പനിക്ക് ബോധ്യപ്പെട്ടാൽ യൂണിക് പോർട്ടിംഗ് കോഡിനുള്ള അപേക്ഷ നിരസിക്കപ്പെടും. സിം മാറ്റിയാൽ 7 ദിവസം കഴിഞ്ഞ് മാത്രമേ പോർട്ടിംഗ് സാധ്യമാവൂ എന്നർത്ഥം. ഉപഭോക്താവ് സിം കാർഡ് പോർട്ട് ചെയ്യാനായി യൂണിക് പോർട്ടിംഗ് കോഡ് ആവശ്യപ്പെട്ട് സേവനദാതാവിന് SMS അയച്ചാൽ ആ ആവശ്യം നിരസിക്കാനുള്ള ഒരു കാരണം കൂടിയായി ഇപ്പോഴത്തെ നിബന്ധന കണക്കാക്കപ്പെടും. 2009 രാജ്യത്ത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം കൊണ്ടുവരുന്നത്. എല്ലാ സിമ്മുകളും പോർട്ട് ചെയ്യുന്നതിൽ ഇങ്ങനെ നിയന്ത്രണമില്ല. പുതുതായി കണക്ഷൻ എടുത്ത സിമ്മുകൾക്ക് ഇത് പ്രശ്നമാകും. ഇവർക്ക് ഒരാഴ്ചത്തേക്ക് മറ്റൊരു ടെലികോമിലേക്ക് പോർട്ടിംഗ് സാധിക്കുന്നതല്ല. അതുപോലെ മൊബൈൽ നഷ്ടപ്പെട്ട് സിം മാറ്റിയെടുക്കുന്നവർക്കും അടുത്ത 7 ദിവസത്തേക്ക് സിം പോർട്ടിംഗ് സാധ്യമല്ല. വരുന്ന ജൂലൈ മാസം 1-ാം തീയതി മുതലാണ് ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരിക.